മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു. ആ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു റിവോൾട്ട് വരിക എന്നുള്ളത് ലീഗിന് ചിന്തിക്കാൻ പാടില്ല കാര്യം. കാട്ടാളനായ വാൽമീകിക്ക് രാമായണം എഴുതാമെങ്കിൽ ഏതാരുടമാരെയും നമുക്ക് സ്വീകരിക്കാം. CPM 2 തവണ താങ്കളെ MLA ആക്കി, സ്പീക്കറുമാക്കി. CPM നൽകുന്ന പരിഗണനയിൽ ഹാപ്പിയാണോ? 100%. എനിക്ക് പിന്നെ ഇപ്പോൾ ഈ അവസരങ്ങളാണല്ലോ ആളുകളെ സൃഷ്ടിക്കുന്നത്. ഒരാൾക്കൊരു അവസരം കൊടുക്കുമ്പോൾ അയാളത് ഉപയോഗപ്പെടുത്തിയാൽ അയാൾ ശ്രദ്ധിക്കപ്പെടും. അവസരങ്ങൾ കിട്ടാത്തവരുണ്ടാവും. ഒരുപക്ഷെ എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ ഈ കാര്യങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ളവരുമായ ആളുകൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നേക്കാൾ അവസരം കിട്ടിയവരുണ്ടാകാം, വേണ്ടത്ര കഴിവില്ലാത്തവർ എന്നേക്കാൾ അവസരം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അവസരങ്ങളാണ് പ്രധാനം. എനിക്ക് അവസരം കിട്ടിയതാണ് എൻ്റെ അഭിപ്രായം. ഇത്ര വലിയൊരു സമുദ്രം, ഒരു മഹാസമുദ്രമാണ് പ്രസ്ഥാനം, പാർട്ടി. ആ പാർട്ടിയിൽ എന്നെപ്പോലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് കൊടുക്കാവുന്ന എല്ലാ അംഗീകാരങ്ങൾക്കും അവസരങ്ങൾക്കും അപ്പുറത്തുള്ളത് എനിക്ക് കിട്ടിയെന്ന് എൻ്റെ തോന്നൽ. അത് ഞാൻ വളരെ സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് താങ്കളുടെ അടുത്ത ലക്ഷ്യം? അല്ല, ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാറില്ല. നമ്മൾ പൊതുജീവിതത്തിൽ മുഴുകി ജീവിക്കുക. എനിക്കുള്ള പുതുമകളാണ്. പുതിയ കാലത്തിൻ്റെ, പുതിയ ലോകത്തിൻ്റെ സാധ്യതകളിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തെയും സംഘടനകളെയൊക്കെ സർഗാത്മകമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെ ഒരു പുതിയ ദൗത്യം. അങ്ങനെ വരുമ്പോൾ സംഘടനകളെ സർഗാത്മകമാക്കുന്നത് എങ്ങനെ രാഷ്ട്രീയത്തിലെ പുതിയ പുതിയ മേഖലകൾ എന്തെല്ലാം. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞു, നമുക്ക് പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാം. പോസിറ്റീവായ ചിന്തകൾക്ക് വേണ്ടത്ര പ്രാധാന്യം മാധ്യമങ്ങൾ പോലും കൊടുക്കുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം എങ്ങനെയാണ് ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വൈവിധ്യപൂർണ്ണമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോവിഡ് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താ ലോകത്ത് ഇപ്പോൾ സംഭവിച്ചത്? ലോകത്ത് പൊതുവായിട്ട് ചരക്കുകളുടെ നീക്കം വർദ്ധിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോഴും ചരക്ക് കൂടി, വിൽപ്പനകൾ കൂടി. കേരളം സർവീസ് മേഖലയിൽ, സേവന മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു സമൂഹമാണ്. കോവിഡാനന്തര സമൂഹം എന്ന നിലയ്ക്ക് കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത് സേവന മേഖലകളിലുള്ള വിസ്ഫോടനാത്മകമായ തൊഴിലവസരങ്ങളുടെ ലോകം വരും. പുതിയ പുതിയ യുവാക്കളുടെ കൂട്ടായ്മകൾ വരും. അത് മുഴുവൻ ടാപ്പ് ചെയ്യാൻ മലയാളികൾക്ക് കഴിഞ്ഞാൽ മലയാളികളുടെ തൊഴിൽ പ്രശ്നത്തിന് വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇൻ്റർനെറ്റിൻ്റെ വ്യാപ്തി, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ എല്ലാത്തിനും ഈ സേവന മേഖലകളെ ഷാർപ്പൻ ചെയ്യാനും സാങ്കേതികമായിട്ട് അതിനെ നന്നാക്കാനും ഉള്ളൊരു സാധ്യത വന്നിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണത്തിനും മാർക്കറ്റിങ്ങിനും എല്ലാവരും വന്നു. അപ്പോൾ പുതിയൊരു തൊഴിലവസരങ്ങൾ, സേവന മേഖലയിലൂടെയുള്ള തൊഴിലവസരങ്ങളുടെ ഒരു പുതിയ ലോകത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന നേട്ടം. ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ ഇത്തരം ചില സൂക്ഷ്മമായ അന്വേഷണം നടത്തുകയും നമ്മുടെ സമൂഹത്തിൽ വരാനിടയുള്ള മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ മുൻപേ നടക്കുകയും ചെയ്യുക എന്ന് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുവെ മുൻപേ പറക്കുന്ന പക്ഷികളാണെന്നാണ് എൻ്റെ തോന്നൽ. അതിനുവേണ്ടി ശ്രമിക്കുക, പുതിയ ലോകത്തെയും പുതിയ കാലത്തെയും മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ്? മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു, അടിക്കൽ ഇളകിപ്പോയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ന്യൂനപക്ഷ സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ പുതിയ തലമുറ ഇതിനെല്ലാം അംഗീകരിക്കുന്നില്ല. ഈ മതാടിസ്ഥാനത്തിലുള്ള മതരാഷ്ട്രീയം ഗുണം ചെയ്യില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മതരാഷ്ട്രീയമാണ് ഹൈന്ദവ ഫാസിസ്റ്റുകൾ ദേശീയ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത്. അത് ചെറിയ തോതിലാണെങ്കിലും അത് ഉപയോഗിക്കുന്നത് ദോഷം ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു. ഒന്ന്. രണ്ട്, ഇടതുപക്ഷമാണ് ഏറ്റവും ശരിയായ മതനിരപേക്ഷതയുടെ നിലപാട് സ്വീകരിക്കുന്നത്. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഒരു ഔട്ട് പോസ്റ്റ് കേരളത്തിലാണെന്ന് മലബാറിലും മലപ്പുറത്തൊക്കെയുള്ള ന്യൂനപക്ഷ വിഭാഗം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. മൂന്ന്,
മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം ഓരോ ദിവസവും അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാണക്കാട് തങ്ങൾ കുടുംബവും ആയിരുന്നു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ലീഗിൻ്റെ ഒരു ആത്മീയ കവചം. ആ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു റിവോൾട്ട് വരിക എന്നുള്ളത് ലീഗിന് ചിന്തിക്കാൻ വളരെ കാര്യമാണ്. തങ്ങൾ കുടുംബം ലീഗിനെ വിട പറയുന്നു, ലീഗിൻ്റെ നേതൃത്വത്തിനോട് വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ പാണക്കാട് തങ്ങൾ പോലും കുടുംബം പോലും തിരസ്കരിക്കുന്ന മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഞങ്ങൾക്ക് സ്വീകാര്യമാവുക എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ നിരവധിയായ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും ലീഗിനകത്തുണ്ട്. അതോടൊപ്പം ഈ പുതിയ തലമുറയുടെ ചിന്തയുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. ഇടതുപക്ഷമാണ് ഞങ്ങളുടെ പക്ഷമെന്ന് മലപ്പുറം ജില്ലയിലെ പൊതുസമൂഹം തീരുമാനിക്കുന്നിടത്ത് ഈ കാര്യങ്ങൾ എത്തും, അതെത്തിക്കും. മുസ്ലിം ലീഗിലെയും പോഷക സംഘടനയിലെയും അതൃപ്തർ പാർട്ടി വിട്ട് വന്നാൽ CPM സ്വീകരിക്കുമോ? എന്താ സംശയം? അവർക്കെല്ലാവരും പറയാം, അവർക്കെല്ലാം വിശാലമായ സ്ഥലമുണ്ടല്ലോ. മുസ്ലിം ലീഗിൽ അതിർത്തി കൊണ്ട് മാത്രമല്ല, അവരിത് ശരിയാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നീതി കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കും. അവരെല്ലാവർക്കും സ്ഥാനമുണ്ട്, അവർക്കെല്ലാവർക്കും പ്രസ്ഥാനത്ത് കിട്ടാമുണ്ട്. കോൺഗ്രസിലെ നേതൃമാറ്റത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? അതൊരു ചേനക്കാരിയാണ്. ഇവരിപ്പോൾ എന്താണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ആർക്കാണ് ഇതിൽ താല്പര്യം? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമാണോ ചർച്ച ചെയ്യുന്നത്? മോദി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും ബദലാണോ പറയുന്നത്? പിണറായി സർക്കാരിൻ്റെ രാഷ്ട്രീയ നയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണോ നടക്കുന്നത്? ഒന്നുമില്ല. അവർ ഒരു കാലത്ത് മറ്റേ കാലിലേക്ക് മാറ്റണമെന്ന് നാരായണ പ്രാന്തൻ പറഞ്ഞതുപോലെയുള്ള ഒരു ബഹളമാണ്, ലഹളയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കണ്ടു ഈ വീട്ടുതന്ത്രം, വീടുകളിൽ പോയി ചായ കുടിക്കുന്ന നയതന്ത്രം വി ഡി സതീശൻ നിർവഹിച്ചു, പ്രതിപക്ഷ നേതാവാണ്. ഇതെല്ലാം എന്തിനു വേണ്ടി? അല്ലെങ്കിൽ ജനങ്ങളെ അപഹാസ്യരാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വേണ്ടി പോരാടുമ്പോൾ ആനക്കാര്യത്തിനൊരു ചേനക്കാര്യമാണത്. ഈ ചേനക്കാര്യം കൊണ്ട് നടന്നാൽ കോൺഗ്രസിൻ്റെ അടിത്തറ തകരും. UDF സത്യത്തിൽ കേരളത്തിൽ ശിഥിലമാവും. UDF തകർന്നടിഞ്ഞിരിക്കുന്നു. അതാണ് സത്യം. കോൺഗ്രസിനകത്ത് 10 വിഭാഗമാണ്, പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഒരു ദർശനത്തിൻ്റെ ആശയത്തിൻ്റെ പേരിലൊരു തർക്കത്തിനകത്തില്ല. കോൺഗ്രസ് രക്ഷിക്കാൻ വന്ന സുധാകരൻ പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ച് ഞാൻ പിണറായിയെ ചവിട്ടിയവനാണെന്ന്. പിണറായി ഞാൻ അടിച്ചു എന്നാണ്. അപ്പോൾ ഇത്തരക്കാരാണല്ലോ കോൺഗ്രസിനെ നയിക്കുന്നത്. ലീഗിൽ ഇതാണ് നേരത്തെ പറഞ്ഞ അവസ്ഥ. കേരള കോൺഗ്രസ് ഏതാണ്ട് പടലയായിട്ട് ജോസ് കെ മാണിയുടെ കൂടെ പ്രതിപക്ഷത്തേക്ക് വന്നു. RSP ഇപ്പം ഇന്ന് രാവിലെ വരാൻ അവിടെ പുറത്തു വരണമെന്ന് അസിസ്റ്റൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. UDF തകർന്നിരിക്കുന്നു. അതായത് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ താല്പര്യം കാണിക്കാത്തതിൻ്റെ പേരിലും അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിലും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന UDFനെ ജനം കൈയൊഴിഞ്ഞു എന്ന് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് അത് സ്വയം പിരിഞ്ഞു പോകുന്നത്. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്, യാദവ് കുലത്തെ പോലെ സ്വയം അടിച്ച് നമ്മൾ നശിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യഥാർത്ഥ കൃഷ്ണനാണ് എൻ്റെ പ്രവചനം നടത്തിയിരിക്കുന്നത്. നല്ല പ്രവചനമാണ്. കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കുമെന്നാണ് K. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നടപ്പുള്ള കാര്യമാണോ? കോൺഗ്രസ് ആണെങ്കിൽ നടപ്പില്ല. അതൊക്കെ സുധാകരൻ്റെ ചില ആഗ്രഹങ്ങളാണ്. പിന്നെ ഒരു സംഘടന ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റലാണോ? എനിക്കറിയില്ല. അതൊക്കെ അവരുടെ കാര്യം. ഒന്നും പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. ആര്യാടന്മാർ സഹകരിക്കാൻ തയ്യാറായാൽ എന്ത് നിലപാടാണ് CPM സ്വീകരിക്കുക? ഞാൻ പറയുന്നത് ആര്യാടരഹിതന്മാർ അങ്ങനെയൊന്നുമില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങൾ സ്വീകരിച്ച് വരാൻ തയ്യാറുള്ള ആളുകളെ കൂടെ ചേർക്കാനാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യം വന്ന് അപ്പുറത്ത് നിൽക്കുന്നവർ ഇങ്ങോട്ട് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ കൂടെ നിർത്താനാണ് പ്രവർത്തിക്കുന്നത്. അത് അവരുടെ ഒരു മനംമാറ്റമാണ്. വാൽമീകി മാറിയില്ലേ? അദ്ദേഹം കാട്ടാളനായിരുന്നില്ലേ? കാട്ടാളനായ വാൽമീകിക്ക് രാമായണം എഴുതാമെങ്കിൽ ഏതാര്യമാരെയും നമുക്ക് സ്വീകരിക്കാം. അതൊന്നും കുഴപ്പമില്ല. മുൻപ് TK ഹംസയിലൂടെ ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത് CPM ഞെട്ടിച്ചിട്ടുണ്ട്. ചരിത്രം ആവർത്തിക്കുമോ?
ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കേവലം 15,000 വ്യത്യാസമാണ് LDF യു ഡി എഫും തമ്മിൽ പൊന്നാനി നിയോജകമണ്ഡലത്തിലുള്ളത്. മണ്ഡലത്തിലെ 4 അസംബ്ലി മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും LDF നല്ല വിജയ സാധ്യതയുള്ള, അഥവാ LDF പിടിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പോരാട്ടം പൊന്നാനിയിൽ നടക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ശക്തമായ ദൃഢതയുള്ള നിലപാടിൻ്റെ പേരിൽ പൊന്നാനി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ സന്ദർഭങ്ങളും ഒത്തുചേരുന്ന തെരഞ്ഞെടുപ്പാണ്, ഒരു സമയമാണ്. സ്പീക്കർ MB രാജേഷിൻ്റെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഭഗത് സിംഗ് താരതമ്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അദ്ദേഹം പറഞ്ഞത് ഈ സംഘപരിവാർ അങ്ങനെ ബഹളം വെച്ച് അദ്ദേഹത്തിന് വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു രണ്ടാം തരം കാര്യങ്ങളാണ്. അവർ ഈ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളൊക്കെ അംഗീകരിക്കണം. സ്പീക്കർമാരെ അംഗീകരിക്കുന്ന അവരുടെ വ്യക്തികളെ നോക്കിയിട്ടല്ല. ആ സ്ഥാനം നമ്മുടെ നിയമസഭയുടെയും പാർലമെൻറ്റിൻ്റെയും നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരോട് കാണിക്കുന്ന മര്യാദ എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥയോട് കാണിക്കുന്ന മര്യാദയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പിറകിൽ നിന്ന് എന്നെ വെടിവെച്ച് കൊല്ലണ്ട, നിങ്ങൾ കൊല്ലണം, ഇങ്ങനെ നേരിട്ട് കണ്ണടക്കാതെ കൊല്ലും എന്ന് പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും എനിക്ക് കണ്ണു മൂടി കിട്ടി മരിക്കണ്ട എന്ന് പറഞ്ഞ ഭഗത് സിംഗും മരണത്തെ നേർക്ക് നേർ നോക്കുകയും മരണത്തിൻ്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും ചെയ്തിട്ടുള്ള ധീരന്മാരാണ് എന്നാണ് പറഞ്ഞത്. ആ ധീരതയാണ് താരതമ്യം ചെയ്തത്. അതായത് ഭഗത് സിംഗ് കുഞ്ഞഹമ്മദ് ഹാജി ഒന്നാണെന്നല്ല, അത് സത്യമാണല്ലോ. ആ സത്യത്തിനെന്താ ആശങ്കപ്പെടുന്നത്? സാമ്രാജ്യത്വത്തോട് പൊരുതിയിട്ട് ഞാൻ നേർക്കുന്ന വെടിയേറ്റ് മരിക്കുമെന്ന് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു. ഞാൻ തൂക്കിലേറുമ്പോൾ എനിക്ക് കണ്ണടക്കാതെ മരിക്കണമെന്ന് ഭഗത് സിംഗ് പറഞ്ഞു. ആ താരതമ്യം ശരിയാണ്, തെറ്റൊന്നുമില്ല. ആരാണ് വാര്യംകുന്നനെ ഇപ്പോഴും ഭയപ്പെടുന്നത്? അത് സാമ്രാജ്യത്വത്തിൻ്റെ ശക്തികളാണ്. അവിടെ 5 മാസക്കാലം ഒരു ഭരണം സ്ഥാപിച്ചില്ലേ? ആ ഭരണം സ്ഥാപിച്ചപ്പോൾ എന്തെങ്കിലും മതപരമായ ശാസനങ്ങൾ അടിച്ചേൽപ്പിച്ചോ? മലയാള രാജ്യം എന്നല്ലേ പേരിട്ടത്? അപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയ ഒരു സ്ഥലത്ത് അവസാനിക്കുന്ന ഒരു പ്രക്രിയ ആയിരുന്നില്ല. അതിന് പല ധാരകരുണ്ടായിരുന്നു. INA രൂപീകരിച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് അതിൽ പങ്കാളിയായത്. ഭഗത് സിംഗ് നേതൃത്വത്തിൽ ഒരു ധാരുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ സമരം ഉണ്ടായിരുന്നു. ജന്മിത്വത്തിനെതിരായുള്ള പോരാട്ടങ്ങളുണ്ടായിരുന്നു. ഒരുപാട് അരുവികൾ ഒഴുകിയിട്ടൊരു മഹാ നദിയായിട്ട് കുത്തിക്കറങ്ങി മറിഞ്ഞു കൊടുക്കുന്ന പോലെയുള്ള ഒരു അനുഭവത്തിൻ്റെ പേരാണ് ദേശീയ പ്രസ്ഥാനം. അത് ആരുടെയും സ്വന്തമൊന്നുമല്ല. അതുകൊണ്ട് ആ ധാരയിൽ ഏറ്റവും ശക്തമായ ഒരു ധാരയാണ് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രസ്ഥാനം. അതിന് ചരിത്രത്തിൽ എല്ലാ കാലത്തും പ്രാധാന്യമുണ്ട്. അത് ആര് ഭയപ്പെട്ടിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഇല്ലാതാവില്ല. ചരിത്രത്തെ അങ്ങനെ തമസ്കരിക്കാനൊന്നും പറ്റില്ല. സഭയ്ക്ക് പുറത്തും പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയുമെന്നാണ് പുതിയ സ്പീക്കർ പറഞ്ഞിട്ടുള്ളത്. എന്തു തോന്നുന്നു? പറയാം, ഇതേ അഭിപ്രായം ഞാനും പറഞ്ഞിരുന്നു. സ്പീക്കർ ഒരു ഡാർക്ക് റൂമിൽ കഴിയേണ്ട അല്ല. നാട്ടിൽ നടക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറഞ്ഞാൽ സഭയിൽ ഡിബേറ്റ് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം വരാം. പക്ഷേ കക്ഷി രാഷ്ട്രീയമല്ലല്ലോ രാഷ്ട്രീയം, അത് മാത്രമല്ലല്ലോ. സമൂഹത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അഭിപ്രായം പറയാൻ സഭാനാഥന് കഴിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരു അഭിപ്രായമില്ലാത്ത ഒരു മൺപ്രതിമയെ പോലെ ഇരിക്കലേ ഉണ്ട്. സമൂഹത്തിൻ്റെ ചലനങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു ശക്തിയുടെ അദ്ദേഹത്തിന് മാറാൻ കഴിയണം. അതിൽ തെറ്റില്ല. ഇപ്പോഴത്തെ ഈ പോക്ക് പോയാൽ കേരളത്തിൽ BJPയുടെ ഭാവി എന്തായിരിക്കും? കേരളത്തിൽ BJP സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ് ഇപ്പോൾ നീങ്ങിയത്. ഉള്ള BJP തന്നെ നിരവധി കഷ്ടങ്ങളാണ്. താഴെത്തട്ടിൽ അവർക്ക് ജനങ്ങളുടെ പിന്തുണയില്ല. അവരിങ്ങനെ സോപ്പ് കുമിളകൾ പോലെ കുറേ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പടവലങ്ങ പോലെ താഴോട്ടാണ്. അത് ചരിത്രത്തിൻ്റെ ചവറ്റോട്ടിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോലി സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവാം. കാരണം ഈ ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ ശ്വാസം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ആരെയും പിടിച്ചു. അങ്ങനെ സംഭവിച്ചാൽ അതിനെ അതിജീവിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും? അതൊന്നും അയാൾ ബാധിക്കില്ല. അതൊന്നും ബാധിക്കില്ല. കാരണം ഈ 1+1 = 2 അല്ല പൊളിറ്റിക്സിൽ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തെളിയിച്ചു. ജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അങ്ങനെ ആളുകളെ കള്ളികളിലാക്കിയിട്ട് 2 പേരെ കൂട്ടിപ്പിടിച്ചാൽ 2 ആവുമെന്നുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ LDF ജയിക്കില്ലായിരുന്നു. ജനപിന്തുണ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളൊരു ഒരു തലത്തിലുള്ളതാണ്. അത് മനസ്സിലാക്കാൻ പറഞ്ഞത് അതിനാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്.
ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പോയിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തവരാണ് ഇന്ന് വലതുപക്ഷത്തുള്ളത് എന്നുള്ളതാണ് അനുഭവം. അതുകൊണ്ട് ഏത് സഖ്യം അത് വിജയിക്കാൻ പോകുന്നില്ല. സഭയ്ക്കകത്തൊട്ടേറെ പുതുമകളും നവചിന്തകളും ഒക്കെ കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ച ഏത് രീതിയിലായിരിക്കും? അതിൻ്റെ എല്ലാം തുടർച്ച നല്ല നിലയിൽ തന്നെ അദ്ദേഹം പുതിയ സ്പീക്കർ കൊണ്ടുപോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിജിറ്റലൈസേഷൻ്റെ കാര്യമായാലും നമ്മുടെ സ്കൂൾ ഫോർ ഒരു പാർലമെൻ്ററി സ്റ്റഡീസിന് സ്കൂളുണ്ട്. ആ സ്കൂളിനെ സ്കൂൾ ഫോർ പബ്ലിക് പോളിസി ആക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതായാലും അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഇമ്പാക്റ്റ് സ്റ്റഡി ആയാലും നമ്മൾ പ്രസിദ്ധീകരിച്ച ഒരു കൗളൻ സെക്ടർ മാതൃകയിലുള്ള കീഴ്വഴക്കങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒരു കേരള മാതൃകയുടെ പേരിലായാലും നമ്മുടെ സതുദ്യമങ്ങളെല്ലാം നല്ല നിലയിൽ കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അദ്ദേഹം ആ നിലയ്ക്ക് മുൻകൈ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തുടർച്ചയാണല്ലോ പ്രധാനം. ഇതൊക്കെ തുടർച്ചയാണല്ലോ. ഒരാൾ മുൻകൈ എടുത്തു അടുത്തുള്ള കൂടുതൽ പുഷ്ടിപ്പെടുത്തുക. അത് നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കോവിഡ് ആനന്തര ലോകത്ത് ഒരു പുതിയ ലോകമാണ് സംജാതമായിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ മാറ്റം ഓരോ സമൂഹത്തിനും ഓരോ പോലെയാണ്. ഇപ്പോൾ UAE ജോലി ചെയ്യുന്ന ഈ ചരക്ക് നീക്കുന്ന ആളുകളുടെ കമ്പനികൾ പറയുന്നത് ആളുകളുടെ യാത്രാ എണ്ണം കുറഞ്ഞെങ്കിലും ചരക്ക് പലചരക്കിന് നീക്കം കൂടുകയാണ് ചെയ്തത്. അവരുടെ കച്ചവടം വർദ്ധിച്ചു. അതൊരു പുതിയ സംഗതിയാണ്. ടെക്നോളജി അത്ഭുതകരമായ നിലയിൽ ജനകീയവൽക്കരിക്കപ്പെട്ടു. ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വലിയ തോതിൽ കൊണ്ടുവന്നു. കേരളം ഏറെക്കുറെ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാവും. സൂം മീറ്റിങ്ങൾ ആരംഭിച്ചു. യാത്രയുടെ ചെലവ് കുറഞ്ഞു. വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന പുതിയ സംഗതികൾ വന്നു. അങ്ങനെ പുതിയതായ ഒരു ലോകം. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ CPM-ൻ്റെ തന്നെ ജനറൽ ബോഡികൾ, ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് PB അംഗങ്ങൾ സംസാരിക്കുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലിരുന്ന് ആ ജനറൽ ബോഡികൾ കേൾക്കുന്നിടത്തേക്ക് എത്തിച്ചു. അങ്ങനെയുള്ള പുതിയ കാലത്ത് ഓരോ സമൂഹത്തിനും അവരവരുടേതായ പുതിയ മാറ്റങ്ങളുടെ ലോകം വരും. അത് ആ സമൂഹങ്ങളാണ് വിലയിരുത്തേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സേവന മേഖലകളുടെ വിസ്ഫോടനാത്മകമായ അവസരങ്ങളുടെ ഒരു ലോകം വരും. കാരണം കേരളം ഈ സർവീസ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുടെ സ്ഥലമാണ്. നമുക്ക് പ്രൊഡക്ഷൻ അല്ലല്ലോ. ആ സർവീസ് സെക്ടറിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് കൂടി ഇല്ലാതായാൽ പുതിയ പുതിയ സർവീസുകൾ വരും. ആളുകൾക്കതെല്ലാം ആവശ്യമുണ്ട്. ആ സർവീസുകൾക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങൾ വരും. അപ്പോൾ സേവന മേഖലകളിലൂടെയുള്ള തൊഴിലവസരങ്ങളുടെ ഒരു വലിയ ലോകം കേരളത്തിന് തുറന്നു കിട്ടി എന്നതാണ് കോവിഡിൻ്റെ കേരളത്തിൻ്റെ മറുപടം എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരക്കുകൾക്കിടയിലും ഇത്രയും നേരം എക്സ്പ്രസ് കേരളയോടൊപ്പം പങ്കുവച്ചതിന് വളരെ നന്ദി. സത്യം എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും അതൊടുവിൽ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന ശ്രീരാമകൃഷ്ണന്റെ നിലപാട് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളതാണ്. അപവാദങ്ങളുടെയും നെഗറ്റീവ് എനർജിയുടെയും രീതി ആര് തന്നെ സ്വീകരിച്ചാലും ജനം അത് തള്ളിക്കളയുമെന്ന മറുപടി രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ പുതിയ കാഴ്ചപ്പാട് കൂടിയാണ് ശ്രീരാമകൃഷ്ണൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യം ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒന്നും കൂട്ടിയാൽ രാഷ്ട്രീയത്തിൽ അത് രണ്ടല്ലെന്നതാണ് വാദം. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചെന്നും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് ആവർത്തിക്കുക എന്നുമാണ് ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. BJP സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ് പോയിരിക്കുന്നതെന്നും സെമി കേഡർ പാർട്ടി എന്നത് കോൺഗ്രസിന്റെ സ്വപ്നം മാത്രമാണെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. ആര്യാടന്മാർ എന്നല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ സ്വീകരിച്ച് വരാൻ തയ്യാറുള്ള ആരെയും ഒപ്പം കൂട്ടുമെന്ന മലപ്പുറത്തെ പ്രധാന CPM നേതാവ് കൂടിയായ ശ്രീരാമകൃഷ്ണന്റെ നിലപാട് കോൺഗ്രസിന്റെ മാത്രമല്ല മുസ്ലിം ലീഗിന്റെയും ചങ്കിടിപ്പിക്കുന്നതാണ്. നേതൃമാറ്റത്തിലൂടെ പുതിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ഇനി ഒപ്പമുള്ളവർ മറുകണ്ഠം ചാടാതിരിക്കാൻ ശരിക്കും വിയർപ്പൊഴുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. KPCC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചെങ്കൊടി പിടിച്ച സാഹചര്യത്തിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല.